ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും കാർത്തിക മാസ ആശംസകൾ. ഇന്നലെ ഗോവർദ്ധന പൂജ കഴിഞ്ഞു. ഗോവർദ്ധന പൂജ ഭഗവാൻ തനിക്കും ഗോവർദ്ധന പർവ്വതത്തിനും യാതൊരു വ്യത്യാസവുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയ ഒരു ഉത്സവമാണ്. മാത്രമല്ല, ഭഗവാനെ ആരാധിച്ചാൽ സമസ്ത ദേവീദേവഗണങ്ങളുടെ ആരാധനയും അതിൽ ഐക്യമാണ് എന്ന് തെളിയിച്ചതാണ്. കാരണം കൃഷ്ണ ഭഗവാൻ വന്നിട്ട് മുതിർന്ന വൃന്ദാവനവാസികളെല്ലാം ദേവേന്ദ്രൻ്റെ പൂജയ്ക്കായി തയ്യാറെടുത്തപ്പോൾ ഭഗവാൻ അതിനെ വേണ്ട എന്ന് പറഞ്ഞു. യസ്മിൻ തുഷ്ടേ ജഗത് തുഷ്ട. ഭഗവാൻ പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ദേവീ ദേവന്മാർക്കും തൃപ്തി ഉണ്ടാകും എന്നാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഉപദേശാമൃതം എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ പദ്യമാണ്. ഇതൊരു ചെറിയ പുസ്തകമാണ്. വെറും 30 ശ്ലോകങ്ങൾ മാത്രമുള്ള ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഉപദേശാമൃതം. ഇംഗ്ലീഷിൽ നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നൊരു കുഞ്ഞു പുസ്തകം. ഇത് രൂപഗോസ്വാമി എന്ന ഒരു മഹാ ആചാര്യൻ രചിച്ചതാണ്. ഈ രൂപഗോസ്വാമി ആരാണ് എന്ന് ചോദിച്ചാൽ, രൂപസനാതന ചേട്ടനും അനുജനും ഇവർ 2 പേരും ഉന്നതരായ വൈഷ്ണവരും ആധ്യാത്മിക സമ്പ്രദായത്തിലുള്ളവരാണെങ്കിലും അവർ പശ്ചിമ ബംഗാളിൽ നവാബ് ഹുസൈൻ ഷാ മുസ്ലിം ചക്രവർത്തിയുടെ താഴെ അവർ പ്രധാനമന്ത്രികളായി അവിടെ കർമ്മം നിർവഹിക്കുമായിരുന്നു. അവരെ മനസ്സ് മുഴുവനും ആധ്യാത്മികതയിലും ഭക്തിയിലുമാണ്. യാന്ത്രികമായി അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്ത് ഭഗവാനെ ശരണം പ്രാപിക്കാൻ വേണ്ടി അവർ അവരുടെ മന്ത്രിസ്ഥാനം രാജിവെച്ചു. സാധാരണ മന്ത്രികളല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമി. രാജാവ് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്ഥാനമായിരുന്നു അവർക്ക്. ഇത്രയും ഉയർന്ന സ്ഥാനത്തിനെ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി ത്യജിച്ച രണ്ട് സഹോദരന്മാരാണ്
രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതാ. നമ്മൾ ഇന്ന് വായിക്കുന്ന പല ഗ്രന്ഥങ്ങളും ഈ സഹോദരന്മാർ രചിച്ചതാണ്. ഇതെല്ലാം ഇവർ രചിച്ചതാണ്. ഇവർ അവരുടെ വളരെ ഇളം പ്രായത്തിൽ തന്നെ രാജ്യസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ കയറാതെ അവർ ചെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ശരണം പ്രാപിച്ചു. അപ്പോൾ ആ രൂപഗോസ്വാമി എഴുതിയ ഒരു ഗ്രന്ഥമാണ് ഉപദേശാമൃതം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പുസ്തകം ഇല്ലാത്തവർ മേടിക്കുക. കുഞ്ഞു പുസ്തകമാണ്, പക്ഷേ ആധ്യാത്മികമായി ഒരുപാട് ഗുണം ചെയ്യുന്ന പുസ്തകമാണ് ഉപദേശാമൃതം. അതിൽ ആദ്യത്തെ ശ്ലോകം, ആരാണ് ഒരു ഗുരു, ആരാണ് ഒരാൾ ശിഷ്യൻ, ശിഷ്യൻ്റെയും ഗുരുവിൻ്റെയും യോഗ്യത, അതായത് ആധ്യാത്മികതയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശരിയായ ഗുരുവിനെ ശരണം പ്രാപിക്കൽ എന്നാണ്. ഒരു കുട്ടി വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ നല്ല ഒരു അധ്യാപകനില്ലെങ്കിൽ കുട്ടിക്ക് വിദ്യാർത്ഥിയാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ തുടങ്ങുന്നത് തന്നെ ഒരു ഗുരുവിൻ്റെ യോഗ്യത, ഒരു ശിഷ്യൻ്റെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞാൽ ആരാണ് ശരിക്കും ഗുരു. നമ്മളൊക്കെ ചിലർ നല്ല പ്രസംഗിക്കുന്നവരെ ഗുരുവെന്ന് വിചാരിക്കാറുണ്ട്, നല്ല കഥ പറയുന്നവരെ ഗുരുവെന്ന് വിചാരിക്കാറുണ്ട്, കൃഷ്ണനെക്കുറിച്ച് നല്ലോണം പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാടകം അഭിനയിച്ചാൽ ഗുരു എന്ന് കരുതാറുണ്ട്. അല്ലെങ്കിൽ ചിലർ ഉപവസിക്കും, ഒന്നും കഴിക്കത്തില്ല, ഓ അദ്ദേഹം മഹാഭക്തന, ഒന്നും കഴിക്കത്തില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ യഥാർത്ഥ ഗുരു ആരാണ് എന്ന് ഈ ശ്ലോകത്തിൽ ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി വിവരിക്കുന്നുണ്ട്. വാചോ വേഗം മനസക്രോധവേഗം ജിഹ്വാവേഗം ഉദരോ ഉപസ്ഥവേഗം ഏതാൻ വേഹാൻ യോ വിഷഹേത ധീര സർവം അപിമാം പൃഥ്വിം ച ശിഷ്യ. ശിഷ്യന്മാരെ സ്വീകരിച്ച് ഗുരുവാകേണ്ട ഒരാളുടെ യോഗ്യത എന്താണ്? പണ്ട് നമ്മൾ ഇപ്പോഴും കാണാറുണ്ട്, ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്നവർ ഒരു 3 മല ചവിട്ടിക്കഴിഞ്ഞാൽ അവരെ ഗുരുസ്വാമി എന്ന് പറയും. അവർ കാലൊക്കെ തൊട്ട് തൊഴുത്, അത് മലയാളികളെക്കാളും ആന്ധ്രക്കാർക്കാണ് ഭക്തി കൂടുതൽ. ഗുരുവിൻ്റെ പാദമൊക്കെ കഴുകി ആ വെള്ളമൊക്കെ എടുത്ത് തലയിൽ തേച്ച് ഗുരുവിൻ്റെ പാദത്തിൽ ചന്ദനമൊക്കെ പുരട്ടി, അങ്ങനെയൊക്കെ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. മേലെ പോയി തൊഴുതിട്ട് താഴെ ഇറങ്ങിയതിന് ശേഷം മാലയൊക്കെ ഊരി വെച്ച് ഗുരുവും ശിഷ്യന്മാരും എല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കും. ഇതൊക്കെ എന്തു ഗുരുവാണ് അല്ലേ? അപ്പം ശരിക്കും ഒരു ശരിക്കുമുള്ള ആധ്യാത്മിക ഗുരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യന്മാരെ ഉയർത്താനുള്ള കഴിവുണ്ടായിരിക്കണം. 2 പേരും അന്ധന്മാരാണെങ്കിൽ 2 കുഴിക്കകത്തേ വീഴുള്ളൂ. ഒരാൾക്ക് കാഴ്ചശക്തി ഉണ്ടായി ഇനിയൊരാൾ അന്ധനാണെങ്കിൽ ഈ കാഴ്ചശക്തി ഉള്ളവൻ അന്ധനെ കൊണ്ടുപോകും. 2 അന്ധന്മാരാണെങ്കിൽ എന്ത് ചെയ്യും? ശരി, അപ്പോൾ ഇവിടെ യോഗ്യത പറയുന്നുണ്ട്. വാച്ചോ വേഗം, ആരാണ് ഗുരുവാകേണ്ടത്, ആരൊക്കെ ശിഷ്യത്വം എടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. വാച്ചോ വേഗം, സംസാരിക്കാനുള്ള ത്വരയെ നിയന്ത്രിക്കുന്ന ഒരാൾ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഒരു കാര്യം പറയണം എന്ന് പുറത്തു വരും, പക്ഷേ മനസ്സിൻ്റെ ബലം കൊണ്ട് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ വാക്ശക്തി, നമ്മുടെ ശബ്ദബ്രഹ്മം, നമ്മുടെ ശബ്ദം, നമ്മുടെ വാക്ക്
ഒരാൾ എത്രയ്ക്കും നിയന്ത്രിക്കുന്നോ ആ വ്യക്തി പറയുന്നത് ഫലിക്കും. അതായത് മൗനം. അതുകൊണ്ടാണ് പണ്ട് ആധ്യാത്മിക രീതിയിൽ മൗനം എന്നൊരു കാര്യം, മൗനവ്രതം എന്നൊക്കെ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം വ്യാഴാഴ്ച മൗനവ്രതമാണ്, ഒന്നും സംസാരിക്കത്തില്ല, അങ്ങനെയൊക്കെ. ഈ മൗനം ഒരു വല്ലാത്ത തപോബലമാണ്. നമ്മൾ വേണമെങ്കിൽ ചുമ്മാ ഒരു ദിവസം വീട്ടിൽ പരിശോധിച്ച് നോക്കൂ, മൗനമായിട്ടിരിക്കാൻ പറ്റുമെന്ന്. തലയേ പൊട്ടിപ്പോവും. ചിലപ്പോൾ അത് സാധിക്കില്ല. ഒരിക്കൽ ഒരു മഹാ ആചാര്യൻ പറഞ്ഞു, ഇവിടെ ഒരാൾ പറയുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ അടി കൂടുമ്പോൾ മൗനമായിരിക്കുമെന്ന്. ഇതൊക്കെ കള്ളമൗനമാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ വാക്കാൽ നമ്മൾ മൗനമായിരിക്കും, പക്ഷെ മനസ്സ് ഒരു മഹാഭാരത യുദ്ധം നടത്തിക്കൊണ്ടിരിക്കും ഉള്ളിൽ. പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് പറയണം, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് പറയണം. ഉള്ളിൽ ഒരു വലിയ കോൺവെർസേഷൻ തന്നെ തലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കും. ഈ വെളിയിൽ മൗനമായിരുന്നിട്ട് കാര്യമില്ല. അഹമും ശാന്തമായിരിക്കണം, ഉള്ളുകൊണ്ടും ശാന്തനായിരിക്കണം. ഒരിക്കലൊരു മഹാ ആചാര്യൻ പറഞ്ഞു, ഈ ലോകത്ത് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യന് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒരു 10 പേരെ ഒരു മുറിക്കകത്ത് പിടിച്ച് അടച്ചു വെച്ചു. 3 നേരം ഭക്ഷണം തരിക, ഒന്ന് വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? 3 നേരം ഭക്ഷണം തരാം, എല്ലാം തരാം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നോക്കാം, പക്ഷെ ഒന്നും ചെയ്യരുത്, മിണ്ടാതെ ഇരുന്നോളണം. പറ്റില്ല. അതിൽ പ്രത്യേകിച്ചും വാക്കുകൾ. നമ്മൾ എത്ര പേരാണ് വെറുതെ അനാവശ്യമായ സംഭാഷണത്തിൽ ചെന്ന് ചാടി ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ അനുഭവം ഉണ്ടോ? നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് നടന്നതിന് ശേഷം ആലോചിക്കും, അത്രയും പറയണ്ടായിരുന്നു എന്ന് പിന്നെ വിചാരിക്കും. വാച്ചോ വേഗം, സംസാരിക്കാനുള്ള ത്വരയെ നിയന്ത്രിക്കുന്ന ആ പ്രവണതയെ നിയന്ത്രിക്കുക. അതായത് ഒരു യഥാർത്ഥ ഗുരുവിൻ്റെയും യഥാർത്ഥ ശിഷ്യൻ്റെയും യോഗ്യതയാണ് ഇവിടെ പറയുന്നത്. വാച്ചോ വേഗം മനസക്രോധവേഗം, മനസ്സിലുണ്ടാകുന്ന ദേഷ്യം. ഇത് നോക്കിക്കോളൂ, ഭഗവത്ഗീതയിൽ എത്ര വട്ടമാണ് പറഞ്ഞിരിക്കണം ദേഷ്യം നിയന്ത്രിക്കണം, ദേഷ്യം നിയന്ത്രിക്കണം. ഇപ്പം ഇതാ ഉപദേശാമൃതം എടുത്തപ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ അത് പറയാം, ക്രോധവേഗം, ദേഷ്യം നിയന്ത്രിക്കണം. കാരണം ദേഷ്യം എന്ന് പറയുന്നതിന് ഒരു വിവർത്തനം, ഒരു അർത്ഥം എന്താന്ന് വെച്ചാൽ, എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ ഞാൻ വിഷമെടുത്ത് കുടിക്കുന്നത് പോലെ. എനിക്കെൻ്റെ ശത്രുവിനെ തോൽപ്പിക്കണം, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഒരു കുപ്പി വിഷം എടുത്ത് കുടിച്ചു. എന്ത് മണ്ടത്തരവാ! ഇതാണ് ദേഷ്യം എന്ന് പറയുന്നത്. ആരെയോ തോൽപ്പിക്കാൻ ശ്രമിച്ച് നമ്മളെ നശിപ്പിക്കുന്നതാണ് ദേഷ്യം. ദേഷ്യമുള്ള ഹൃദയത്തിൽ സമാധാനമായി ഭഗവാനെ സ്മരിക്കാൻ പറ്റില്ല. ഹനുമാനും ദേഷ്യം ഉണ്ടായി. പക്ഷെ ഹനുമാന് ദേഷ്യം ഉണ്ടായപ്പോൾ ആ ദേഷ്യം ഹനുമാനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി. നല്ല ദേഷ്യം വന്നു ഹനുമാന്, പാലം കെട്ടിപ്പണിതു. നല്ല ദേഷ്യം വന്നു, രാമനെ തൂക്കിക്കൊണ്ടുപോയി യുദ്ധത്തിൽ സഹായിച്ചു. നമ്മളങ്ങനെയല്ല. നല്ല ദേഷ്യം വന്നു, വീട്ടിലുള്ള കുപ്പി കണ്ണാടി എല്ലാം എടുത്ത് പൊട്ടിക്കും. നമുക്ക് ദേഷ്യം വന്നാൽ നാശമാണ് ഫലം. ഹനുമാന് ദേഷ്യം വന്നപ്പോൾ സൃഷ്ടിയാണ് ഫലം. ദേഷ്യപ്പെടാം, എങ്ങനെ? ഹനുമാനെ പോലെ സൃഷ്ടിക്കണം. ദേഷ്യം ഒരു വാശിയെടുത്ത് ആ കർമ്മം പൂർത്തീകരിക്കണം. നമുക്ക് ദേഷ്യം വരുമ്പോൾ നാശമാണ്. അപ്പോൾ നിരന്തരം ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കുകയില്ല. വാച്ചോ വേഗം, മനസക്രോധവേഗം 2. മൂന്നാമത്തത് ജിഹ്വാ, നാവിൻ്റെ ത്വരയെ നിയന്ത്രിക്കുക. ജിഹ്വാ, നാവ്. കാരണം നാവ് കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന് സംഭാഷണം,
ഇനിയൊന്ന് ഭക്ഷണം കഴിക്കുക. ഒരിക്കൽ ഞാൻ ഈ ജൈനമതത്തിൽ കണ്ടിട്ടുണ്ട്, അവരുടെ ഒരു പ്രത്യേക ആചാരം എങ്ങനെയെന്ന് വെച്ചാൽ, പല വിഭവസമൃദ്ധമായ ഊണ് ഉണ്ടാക്കിയിട്ട്, സദ്യ ഉണ്ടാക്കിയിട്ട് അവർക്ക് നമ്മൾ ജൈന സന്യാസിമാർക്ക് വിളമ്പിക്കൊടുക്കുമ്പോൾ അടുത്ത് നിൽക്കാൻ പാടില്ല. എന്തൊക്കെ ഉണ്ടോ അടുത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ദൂരെ നിൽക്കണം, അവരെടുത്തിട്ട് കഴിച്ചോളും. അപ്പോൾ ഈ ജൈന സന്യാസിമാർ എന്ത് ചെയ്യും വെച്ചാൽ 30-40 വിഭവങ്ങളുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ടിട്ട് ചോറ്, സാമ്പാർ, അതിൻ്റെ പുറത്ത് പായസം, അതിൻ്റെ പുറത്ത് പപ്പടം, പച്ചക്കറി എല്ലാം ഇട്ട് കുഴച്ച് ഇന്ന് ഒരു 4-5 പിടിയെടുത്ത് അങ്ങ് കഴിക്കും. ഇങ്ങനെ കഴിക്കാൻ എന്തിനാ ഇത്ര വിഭവങ്ങൾ ഉണ്ടാക്കുന്നതില്ലേ? അവരുടെ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ നാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നാണ്. ഈ നാവും കടന്നു കഴിഞ്ഞാൽ അകത്ത് ചോറ് പോയാലും സാമ്പാർ പോയാലും എല്ലാം ഒരേ ടേസ്റ്റ്, അറിയാൻ പറ്റില്ല. ഇത്രയും വെറൈറ്റി, എനിക്ക് പിസ്സ വേണം, എനിക്ക് ബർഗർ വേണം, എനിക്ക് ഉണ്ണിയപ്പം വേണം, എനിക്ക് അവിയൽ, ഈ അടി ഉണ്ടാക്കുന്നതെല്ലാം ഈ 4 ഇഞ്ച് നാവിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഈ നാവും മനസ്സുമായിട്ടൊരു ബന്ധമുണ്ട്. ആനക്കുളി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആന മണിക്കൂറോളം ആറ്റി കുളിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും കുറേ മണ്ണ് വാരി അങ്ങ് തലയിലിടും. അതേപോലെ നമ്മളും ആനക്കുളിയാണ്. ഒരു നല്ല ദിവസം വരുമ്പോൾ നല്ല കാര്യം ഇനി നാളെ തൊട്ട് ഞാൻ രാവിലെ അങ്ങ് എണീറ്റ് ജപിക്കും, നാളെ തൊട്ട് ഞാൻ അത് ചെയ്യും, നാളെ തൊട്ട് ഞാൻ ഇത് ചെയ്യും, തീരുമാനമൊക്കെ എടുക്കും. ഉറങ്ങി എണീറ്റാൽ പിന്നെ എല്ലാം പോയി, മണ്ണ് വാരി തലയിലിട്ടതുപോലെ. അപ്പോൾ ആദ്യം വാച്ചോവേഗം, വാക്കുകളെ നിയന്ത്രിക്കണം. മനസക്രോധവേഗം, മനസ്സിൻ്റെയും ആ ദേഷ്യം, ആ ത്വര, ആരുടെത്തെങ്കിലും ഇപ്പം ശരിക്കും ഒരു മറുപടി കൊടുത്തേ പറ്റൂ. വഴക്കിട്ടിട്ടുള്ളവർക്കെല്ലാം ആ അനുഭവം ഉണ്ടാകും. നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷണം നമുക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പം തന്നെ അയാളെ ഫോണിൽ വിളിച്ച് 10 ചോദിച്ചിട്ട് വെച്ചാലേ ഒരു സമാധാനമുണ്ടാവുള്ളൂ. ഇത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, ഇത് ആ സാഹചര്യത്തിനെ കൂടുതൽ വഷളാക്കുന്നു. ഒന്ന് ശാന്തമായി എത്ര ദേഷ്യം വന്നാലും നാളെ ആവട്ടെ എന്ന് മാറ്റി വെച്ചാൽ അതിൻ്റെ കാഠിന്യം കുറയും, അതിൻ്റെ തീവ്രതയും പരിണിത ഫലവും കുറയും. നമുക്ക് അപ്പം ചോദിക്കണമെന്നുണ്ടാവും, എല്ലാം കൂടെ നശിച്ചു പോകും. വാച്ചോവേഗം, മനസക്രോധവേഗം, ജിഹ്വാവേഗം, നാവിൻ്റെ ത്വര, ഉദരോ ഉപസ്ഥവേഗം. ഇത് ഒരു സയൻറ്റിഫിക് ആയുർവേദ എക്സ്പ്ലനേഷനാണ്. 3 സാധനങ്ങൾ നമ്മുടെ ഒരേ വരിയിൽ ഇരിക്കുന്നു. എന്തൊക്കെയാണ് 3 എണ്ണം? നാവ്, ഉദരം, ഉദരം എന്ന് വെച്ചാൽ വയറ്, പിന്നെ വയറിൻ്റെ താഴെ ജനനേന്ദ്രിയം. ഇങ്ങനെ 3ഉം ഒറ്റ വരിയിലായിരിക്കുന്നത്. നാവിനെ നിയന്ത്രിച്ചാൽ വയറിനെ നിയന്ത്രിക്കാം, വയറിനെ നിയന്ത്രിച്ചാൽ കാമത്തിനെ നിയന്ത്രിക്കാം. ഇതൊറ്റ വരിയാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ആത്മീക ഗുരു ഇത് 3നെയും നിയന്ത്രിച്ച ആളായിരിക്കണം. അതാണ് ശരിക്കുള്ള ഗുരുക്കന്മാർ. നമ്മൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ വലിയ വലിയ ഭാഗവത പ്രഭാഷണങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. വലിയ മഹന്തുക്കൾ അങ്ങനെയൊക്കെ വന്ന് ആയിരക്കണക്കിന് ആൾക്കാരുള്ളപ്പോൾ അവരുടെ ഇടയ്ക്ക് ഇരുന്ന് പ്രഭാഷണങ്ങൾ, പാട്ടും കീർത്തനമൊക്കെ ആയിട്ട് ചെയ്യും. അവരെ നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ 10 വിരലുണ്ടെങ്കിൽ 10ലും സ്വർണ്ണമോതിരം കാണും. കഴുത്തിൽ പുലിനകമിട്ട മാലയും അതും ഇതും ഗോൾഡും, എന്താ പറയുക, മക്കളും ചെറുമക്കളും, വണ്ടി, വാഹനം. ഇതൊന്നുമല്ല ആധ്യാത്മിക ഗുരു. ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട്
മനസ്സിനെയും നാവിനെയും വയറിനെയും നിയന്ത്രിച്ചുകൊണ്ട്, അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരാൾക്കേ ഈശ്വര ചിന്തയുണ്ടാവുകയുള്ളൂ. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. നല്ല പനി പിടിച്ച് കിടക്കുകയാണ്, വളരെ ക്ഷീണിച്ച് അസുഖം ബാധിച്ച് നമ്മൾ കിടക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ആരെങ്കിലും പോയി ചീത്ത പറയണം, അല്ലെങ്കിൽ അവരെ മോഷ്ടിക്കണം, കള്ളം പറയണം, ഇങ്ങനത്തെ ഇതൊന്നും വരില്ല. ഒറ്റയ്ക്ക് വിട്ടാൽ മതി, കുറച്ച് നേരം അങ്ങ് വിശ്രമിക്കാമെന്നൊരു തോന്നലേ വരുള്ളൂ. വയറ് പട്ടിണി കിടക്കുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്ക് തീറ്റ കുറയുമ്പോൾ കാമക്രോധാദികൾ താനേ അടങ്ങും. നല്ല എരി, പുളി, മുളക് ബജ്ജി, ഉള്ളിവട ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ സാധനമെല്ലാം ഉണരുന്നത്. പോണവരും വരുന്നവരടുത്തും വഴക്കുണ്ടാക്കാനും ഈ ചിന്തകളെല്ലാം അപ്പോഴാണ് വരുന്നത്. അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ച ഒരാൾക്ക് ഭഗവാൻ, ദൈവം വിളിക്കുന്ന ദൂരത്താ എന്നാ പറയുന്നത്. ആ കർണാടകത്തിൽ മൈസൂരിൻ്റെ അടുത്ത് മേൽക്കോട്ടെ എന്നൊരു സ്ഥലമുണ്ട്. സുന്ദരമായ ഒരു ക്ഷേത്രം, കുറച്ച് കുന്നിൻ്റെ മേലെയാണ്. പോയവരാരെങ്കിലും ഉണ്ടോ? മേലുക്കോട്ടെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ. മൈസൂരിൻ്റെ അടുത്തായിട്ടൊരു കുറച്ചൊരു 50-100 കിലോമീറ്ററുടെ അകത്തായിട്ട് വരും. ബാംഗ്ലൂരും മൈസൂരിൻ്റെയും ഇടയ്ക്കേ ഉള്ള വഴിക്കാണ്. സുന്ദരമായ 108 ദിവ്യദേശങ്ങളിൽ ഒരു ക്ഷേത്രമാണ് മേലുക്കോട്ടെ. തിരുനാരായണപുരം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പഴയ പേര്. അവിടെ ഭഗവാൻ നാരായണനുണ്ട്. ഒരു കാലഘട്ടത്ത് വലിയ മഴയൊന്നുമില്ലാതെ ഭൂമിയൊക്കെ വരണ്ട ഒരവസ്ഥയുണ്ടായി. മഹാ ആചാര്യനായ രാമാനുജാചാര്യർക്ക് നെറ്റിയിൽ തിലകം ചാർത്താനുള്ള ആ ചന്ദനം കിട്ടിയില്ല. ഇപ്പം നമ്മൾ നെറ്റിയിലൊക്കെ ഇങ്ങനെ വര പോലെ വരച്ചിരിക്കുകയല്ലേ. ഇത് ദ്വാരകയിൽ കിട്ടുന്ന മണ്ണാണ്. ഇത് ഗോപീചന്ദനം. രാമാനുജാചാര്യർ ഒരു പ്രത്യേക തരം മണ്ണാണ് നെറ്റിയിലിടുന്നത് തിലകമായിട്ട്. അത് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷമായി. ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു ഉറങ്ങി. ഭഗവാനെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഭഗവാന്റെ പാദമാണ്. കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഈ 12 സ്ഥാനത്ത് ഈ കുറിയിടുമ്പോൾ നമ്മൾ ഭഗവാന്റെ ദാസനാകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ചന്ദനം തിലകമിടാൻ പറ്റാതെ വിഷമിച്ച് കിടന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, തിരുനാരായണപുരം മേൽക്കോട്ടെ ക്ഷേത്രത്തിൽ ഞാൻ മണ്ണിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അവിടുത്തെ പ്രാചീനമായ ക്ഷേത്രമെല്ലാം പൊളിഞ്ഞ് ഞാൻ മണ്ണിൻ്റെ അടിയിൽ കിടക്കുക. ആചാര്യൻ അവിടെ വന്ന് എന്നെ പുനർസ്ഥാപിച്ച് കഴിഞ്ഞാൽ, പുനരുദ്ധാരണം ചെയ്ത് കഴിഞ്ഞാൽ ആ കുഴിക്കകത്ത് ഇഷ്ടം പോലെ ഈ മണ്ണ് കിട്ടും തിലകം ചാർത്താനുള്ളത്. അപ്പം എന്നെ പുനർസ്ഥാപിച്ചിട്ട് ആ തിലകം അങ്ങ് എടുത്തോളൂ എന്ന് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞു. അങ്ങനെ രാമാനുജാചാര്യർ മേൽക്കോട്ടയിൽ ചെന്നിട്ട് അവിടെ എല്ലാം ആൾക്കാരെ വെച്ച് മണ്ണെല്ലാം കുഴിച്ച് എല്ലാം കണ്ടുപിടിച്ച് അവസാനം ഭഗവാന്റെ വിഗ്രഹം മണ്ണിൻ്റെ അടിയിലിരുന്ന് കിട്ടി. അതെടുത്ത് അവിടെ മേൽക്കോട്ടെ ക്ഷേത്രത്തിനെ സ്ഥാപിച്ചു. എന്നാലും ഒരു കുറവുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഉത്സവ വിഗ്രഹം കാണാനില്ല. ഏത് ക്ഷേത്രത്തിൽ പോയാലും 2 വിഗ്രഹങ്ങളുണ്ടാകും. ഒന്ന് വലിയ പ്രതിഷ്ഠിച്ച വിഗ്രഹവും ഇനിയൊന്ന് മുന്നേ കുഞ്ഞ് അഭിഷേകമൊക്കെ ചെയ്യാനുള്ള ഒരു ചെറിയ വിഗ്രഹം. ഗുരുവായൂരിൽ 3 എണ്ണം ഉണ്ട്. ഒന്ന് നിൽക്കുന്ന അലങ്കാരം സ്വീകരിക്കുന്ന ഗുരുവായൂരപ്പൻ, ഇനിയൊന്ന് അഭിഷേകം ദീപാരാധനയൊക്കെ സ്വീകരിക്കുന്ന ഇനിയൊരു ഗുരുവായൂരപ്പൻ, ശീവേലിക്ക് പോകുന്നത് 3ാമത്തെ ഗുരുവായൂരപ്പൻ. അങ്ങനെ 3 പേരുണ്ട് അകത്ത്. ഓരോരുത്തരും ഓരോ ജോലി ചെയ്യും. ശീവേലിക്ക് പോകുന്നത് ഒരാൾ, അലങ്കാരം മേടിച്ചിട്ട് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഒരാൾ, അഭിഷേകമൊക്കെ എടുക്കുന്നത് ഒരാൾ. എന്നാലും കുറഞ്ഞത് 2 വിഗ്രഹങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും കാണും. ഒന്ന് പ്രധാനപ്പെട്ട കൽവിഗ്രഹം വലുതായിരിക്കും, ഇനിയൊന്ന് കുഞ്ഞ്, അതാണ് വെളിയിലൊക്കെ എടുത്തുകൊണ്ട് പോകണം ശീവേലിക്കൊക്കെ. ആ വിഗ്രഹത്തിനെ കാണാനില്ല.
രാമാനുജാചാര്യർ അവിടെ എല്ലാം തപ്പി 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 നോക്കുക. വലിയ നാരായണസ്വാമിയെ വെച്ചു, ചെറിയ വിഗ്രഹത്തിനെ കാണാനില്ല. അപ്പോഴാ നാട്ടുകാർ പറഞ്ഞത്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മുസ്ലിം രാജാവ് വന്ന് ഈ ക്ഷേത്രമൊക്കെ തല്ലിപ്പൊളിച്ചു, വിഗ്രഹമൊക്കെ എടുത്ത് അദ്ദേഹം എന്തോ ചെയ്തു, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടും. അങ്ങനെ ഈ രാമാനുജാചാര്യർ ശിഷ്യഗണങ്ങളെ വിളിച്ചുകൊണ്ട് ഡൽഹിക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് അവ നവാബിനെയൊക്കെ കണ്ടു. അയാളൊരു ക്രൂരനാണ്, എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി അതിൽ സുഖം കാണുന്ന ഒരു ക്രൂരൻ. പക്ഷേ രാമാനുജാചാര്യരുടെ തേജസ്സും എന്താ പറയുക, കാന്തം പോലെ കണ്ണുകളും ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, കൈയെല്ലാം കൂപ്പി തൊഴുതു പറഞ്ഞു. എന്നാലും ഒരു ചെറിയ അസൂയ ഉണ്ടായിരുന്നു. ഞാൻ 100 കണക്കിന് ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ട്, ആ വിഗ്രഹങ്ങളെല്ലാം ഇതാ ഞാൻ ഈ ഗോഡൗണിൽ ഇട്ട് വെച്ചിരിക്കുക. രാമാനുജാചാര്യർ ചെന്ന് നോക്കിയപ്പോൾ 100 കണക്കിന് വിഗ്രഹങ്ങൾ ഒരു മുറിക്കകത്ത്, എല്ലാ ക്ഷേത്രവും തല്ലി പൊളിച്ച് ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്കുള്ളത് കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ കണ്ടുപിടിച്ച് കിട്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, രാമാനുജാചാര്യർ പ്രാർത്ഥനാ നിമഗ്നനായി, ധ്യാന നിമഗ്നനായി അവിടെ ഇരുന്ന് ഉണ്ണിക്കണ്ണ എന്ന് വിളിച്ചു. തമിഴിൽ സെല്ലപ്പിള്ളൈ എന്നാണ് ആ വാക്ക്. നമ്മളിങ്ങനെ ഉണ്ണിക്കണ്ണ എന്നൊക്കെ പറയില്ല സ്നേഹത്തോട്. സെല്ലപ്പിള്ളൈ എന്ന് വിളിച്ചപ്പോൾ കൊച്ചു രാജകുമാരിയുടെ മുറിക്കകത്തിരുന്ന ആ വിഗ്രഹം ചാടി വന്ന് ഇദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നു. ഇതൊന്നും പുരാണ കഥയല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇദ്ദേഹം ആ വിഗ്രഹത്തിനെ കൊണ്ടുവന്ന് മേൽക്കോട്ടയിൽ പ്രതിഷ്ഠിച്ചു. ഇന്നും നമുക്ക് പോയ ഈ വിഗ്രഹങ്ങൾ കാണാം. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു, രാജകുമാരിക്ക് വലിയ വിഷമമായി. ആ മുസ്ലിം രാജാവിൻ്റെ മകൾ കൊച്ചുകുട്ടിയാണ്. അതെന്ത് ചെയ്തു, ഈ വിഗ്രഹം വെച്ചിട്ടാണ് കളിക്കുന്നത്. ഈ കുട്ടികളൊക്കെ ചെറിയ ചെറിയ പാവകൾ വെച്ച് കളിക്കുന്നത് പോലെ ഈ കുഞ്ഞും വിഗ്രഹം വെച്ചാൽ കളിക്കുക. അതിൻ്റെ കൂടെ കിടന്നു ഉറങ്ങും, അതിനെ കുളിപ്പിക്കും, അതിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ കളിച്ച് കളിച്ച് ഭഗവാന്റെ അടുത്ത് പിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമായിപ്പോയി. രാമാനുജാചാര്യർ വിഗ്രഹം കൊണ്ടുവന്ന് മേൽക്കോട്ടയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഈ കുഞ്ഞു ഉറങ്ങില്ല, കഴിക്കില്ല, ഭയങ്കര ശാഠ്യം, വാശിയും വഴക്കുമായി. ശരി, കുഞ്ഞിൻ്റെ മേലെ ഉള്ള സ്നേഹം കാരണം ഈ രാജാവ് ഈ കുട്ടിയെ മേൽക്കോട്ടയിലേക്ക് ഡൽഹിയിലിരുന്ന് ദക്ഷിണേന്ത്യയിൽ കൊണ്ടുവന്നു. ഈ കുഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പേ വന്ന് കൃഷ്ണനെ കണ്ട്, വിഗ്രഹത്തിനെ കണ്ട് കരഞ്ഞ് ആ വിരഹം സഹിക്കാതെ അവിടെ തന്നെ കുഞ്ഞ് ജീവൻ വിട്ടു. ഒരു മുസ്ലിം പെൺകുട്ടി ഈ ക്ഷേത്ര നടയിൽ ജീവൻ വിട്ടു. മഹാ അത്ഭുതമാണ്. നമുക്കിന്നും ആ ക്ഷേത്രത്തിൽ പോയാൽ കാണാം, കൃഷ്ണൻ്റെ പാദത്തിൻ്റെ അടുത്ത് ഒരു കുഞ്ഞു പ്രതിമയുണ്ട്. അതാരാ? ആ മുസ്ലിം പെൺകുട്ടി. ആ വിഗ്രഹത്തിൻ്റെ പേര് നാച്ചിയാർ ബീവി എന്നാണ്. ഈ മൊഗൾസ് ഉപയോഗിക്കുന്ന വാക്കാണ് ബീവി. കൃഷ്ണൻ്റെ അടുത്ത് വെച്ചിരിക്കുക, അമ്പലം ശ്രീകോവിലിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് ആ വിഗ്രഹം, കൃഷ്ണൻ്റെ തൊട്ടടുത്ത്. ഭഗവാന് പൂജ നടക്കുമ്പോൾ അതിനും പൂജ ചെയ്യവർ. ആ പെൺകുട്ടി ഭഗവാന്റെ നടയിൽ വന്ന് കരഞ്ഞ് വിരഹം സഹിക്കാതെ ജീവൻ വിട്ടു. ഇവിടെ മതമോ വർണ്ണവിവേചനമോ ഒന്നുമില്ല, ഭക്തിക്കിതൊന്നുമില്ല. ഭഗവാന് അങ്ങനെ വർണ്ണവിവേചനം, മതവ്യത്യാസം ഒന്നുമില്ല. ആരെല്ലാം അവരുടെ കാമക്രോധാദികളെ നിയന്ത്രിച്ചിട്ടുണ്ടോ, മനസ്സിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും. വാച്ചോ വേഗം, വാക്കിൻ്റെ തുര നിയന്ത്രിക്കുക. മനസക്രോധവേഗം, മനസ്സിൻ്റെയും ദേഷ്യവും നിയന്ത്രിക്കുക. ജിഹ്വാവേഗം, നാവിനെ നിയന്ത്രിക്കുക. ഉദരോ ഉപസ്ഥവേഗാൻ, വയറും ജനനേന്ദ്രിയത്തിനെയും നിയന്ത്രിക്കുക.
ഏതാൻ വേഗാൻ യോ നിഷഹേത ധീര. ഒരു ധീരനായ മനുഷ്യൻ ഈ 6 ത്വരകളെയും വേഗത്തിനെയും നിയന്ത്രിച്ചാൽ പൃഥ്വിഞ്ച ശിഷ്യ, അയാൾക്ക് ഗുരുവാവാനുള്ള യോഗ്യതയുണ്ട്. അവരാണ് യഥാർത്ഥ ഗുരു. നമുക്കവരെ ശരണം പ്രാപിച്ചാൽ ഈശ്വരപ്രാപ്തി ഉണ്ടാകും. അല്ലാതെ താടി വളർത്തിയവർ, ജടമുടി വെച്ചവർ, വെള്ളയിട്ടത്, കാവിയിട്ടത്, കറുപ്പിട്ടത്, ഇങ്ങനെയല്ല ഒരു ഗുരുവിനെ അന്വേഷിക്കേണ്ടത്. മനസ്സിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടോ? സദാസമയവും ഭഗവാനെ സ്തുതിക്കുന്നുണ്ടോ? ശാന്തനായി ദേഷ്യപ്പെടാതെയൊക്കെ ജീവിക്കുന്നുണ്ടോ? ഇതെല്ലാം നോക്കി വേണം ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ. എല്ലാവർക്കും കാർത്തിക മാസ ആശംസകൾ. ഈ മാസം നെയ്വിളക്ക് സമർപ്പിക്കുക, നാമജപം ചെയ്യുക. വീണ്ടും അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.